ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന ബസ്സിലും മെട്രോയും കൊണ്ടാണ്. കുറച്ച് നാളായി നമ്മൾ ഗെയിമിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ഗെയിമിംഗ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മോഡിഫൈഡ് ഫോർച്യൂണറാണ്. ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, കിടിലെ സാധനമാണ്. ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടൊന്ന് എടുത്ത് കാണിക്കാം. എൻ്റെ മോനെ, ആ ഒരു പുള്ളിങ്ങി ഉണ്ടോ ഗൈസ്? ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിക്കാം. പുള്ളിങ്ങി എനിക്ക് ഞാൻ റോഡിലോട്ട് ഇറങ്ങട്ടെ. ഇപ്പം തന്നെ കണ്ടോണേ പുള്ളിങ്ങി. ഞാൻ നിങ്ങളെ കാണിക്കാൻ കണ്ടോ? തെറിച്ച വണ്ടി പോകുന്ന ഗൈസ്. പവറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് പവറാണ് വണ്ടിക്ക്. പവർ എന്നൊക്കെ പറയാം. ഷൂന്ന് പറഞ്ഞ 20 കിടക്കുന്ന എൻ്റെ പൊന്നു ഗൈസ്. ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് പെട്ടെന്ന് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാ, വണ്ടിയുടെ ബാക്കേ പൊങ്ങിപ്പോയി ഗൈസ്. പിന്നെ ഈ വണ്ടി ഹൈറ്റ് കൂട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ തിരിക്കുന്നത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല വണ്ടി. അതുകൊണ്ട് തന്നെ വണ്ടി പാളിപ്പാളി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ശബാലായി. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്, വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. വണ്ടി ഒരു കിടുക്ക സാധനം തന്നെയാണ്. അല്ലെങ്കിലും അറിയാലോ ഗൈസ്, പല ഫോർച്യൂണർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വമ്പ സാധനം തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ട് വണ്ടിക്ക് ഭയങ്കര പവർ ആയതുകൊണ്ട് തന്നെ വണ്ടി തെറിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് പവറും കൂടുതലാണ്. വണ്ടി പക്ഷേ കയ്യിൽ പിടിച്ചാൽ നിൽക്കത്തുമില്ല. അതുകൊണ്ട് ഇച്ചിരി പാടാണ് ഓടിക്കാൻ. നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഓഫ് റോഡ് കാണുവാണെങ്കിൽ ഓഫ് റോഡ് വഴിയൊക്കെ പോവാം. പിന്നെ ഇത് സാധാ മാപ്പ് ആയതുകൊണ്ട് ഓഫ് റോഡ് വഴിയൊക്കെ കാണാൻ വളരെ കുറവായിരിക്കും. ഇടിച്ചു ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് പിടിച്ചാൽ ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല, ഉള്ള കാര്യം പറയണം. കാരണം ഇത് പിടിച്ചെടുത്ത് നിൽക്കത്തില്ല ഈ വണ്ടി. അതൊക്കെ വിട് ഗൈസ്. പോകുന്ന വഴിക്ക് ഓഫ് റോഡൊക്കെ ഉണ്ട്, നമുക്ക് കയറാം. ഇത് ഞാൻ പറഞ്ഞല്ലോ സാധാ മാപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുവാണേ നമുക്കൊരു ഓഫ് റോഡ് മാപ്പ് ഇട്ട് വരാം ഗൈസ്. അവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് ഈ വണ്ടി കയറ്റാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ തമ്പിലേന് ഇടാൻ പറ്റിയൊരു ഫോട്ടോ കിട്ടും ഗൈസ്. ഞാൻ നോക്കട്ടെ. കയറുമായിരിക്കും അല്ലേ? എടാ ഇതെന്താണ് ഇത്? എന്തായാലും പോകണ്ട, നമുക്ക് വണ്ടീനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, നമ്മുടെ ഫോർച്യൂണർ ഇതാണ് ഗൈസ്. വണ്ടിയും വെച്ച് നോക്കിയാൽ വണ്ടിക്ക് എത്രമാത്രം ഹൈറ്റ് ഉണ്ടെന്ന് കണ്ടോ. ഈ ഒരു ചുമന്ന ഷോക്ക് അബ്സർ ഫ്രണ്ടൊക്കെ കണ്ടില്ലേ, ഫുൾ കസ്റ്റമൈസ്ഡ് വണ്ടിയാണ്. വണ്ടീൻ്റെ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയില്ല. ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ്. അടുത്ത ഏത് വണ്ടി കൊണ്ടുവരണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ആ വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് പോവാം ഗൈസ്. കണ്ടില്ലേ വണ്ടി ഇങ്ങനെ കുത്തി നിൽക്കുന്നത്? നല്ല രസമാണ് കേട്ടോ വണ്ടി ഓടിക്കാൻ. പിന്നെ ഉൾഭാഗത്തേക്ക് വരുമ്പം എനിക്ക് ഫോർച്യൂണറിൻ്റെ ഉൾഭാഗം എന്നൊക്കെ പറയാൻ പറ്റില്ല. സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും വേറെ ഏതൊക്കെ വണ്ടീൻ്റെയാണ്, കണ്ടാൽ അറിയാമല്ലോ. പല ഫോർച്യൂണറിൻ്റെ അകം പോലില്ല. അതൊക്കെ വിടുക. ഈ വണ്ടീൻ്റെ വെളിഭാഗം കണ്ടാൽ മോഡിഫൈ ചെയ്ത ഒരു പഴയ ഫോർച്യൂണർ അതേ പറയത്തുള്ളൂ. കറക്റ്റ് നല്ല ഡീറ്റെയിലിങ്ങോട് കൂടി തന്നെയാണ് അതൊക്കെ. ഇതെന്താണ് ഞാൻ മാത്രം ഓടിക്കുമ്പോഴുള്ളൂ ഇനിയിപ്പോൾ ഇത്? ഇനി നേരത്തെ ഒരു വീഡിയോയും കൂടിയുണ്ട്, നിങ്ങൾ അതൊക്കെ കയറി കാണണേ കേട്ടോ. അതിനകത്ത് മൊത്തം ഇടിക്കുന്നുണ്ട് എൻ്റെ വണ്ടി. ഗൈസ്, മഴ പെയ്തിട്ടുണ്ടല്ലോ. വൈപ്പർ എടാ ഇതിന് വൈപ്പറില്ലേ? ഇതിന് വൈപ്പറില്ല. വൈപ്പറില്ലേ? അത് വിട് ഗൈസ്. ഇതിലൊക്കെ പോയാൽ ചിലപ്പോൾ ഓഫ് റോഡ് വഴി ഉണ്ടെങ്കിൽ എന്തോ ചെയ്യും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ചുമ്മാ പോകുന്നത് ഗൈസ്. ഈ വണ്ടിക്ക് വൈപ്പറില്ല. എന്തൊട്ട് വണ്ടിയാടാ വൈപ്പറില്ലാത്ത? ഗൈസ്, ഇതൊരു എന്താ പറയുക, കടലാണോ? ഇത് കടലല്ലേ, ഇതിങ്ങനെ വെള്ളം ഒലിച്ചു. കടലാണോ ഇത്? അല്ലേ, ആണ് ഗൈസ്, കടലാണിത്. സൈഡ് ഭാഗം കടലാണേ. ഓക്കെ, അതിന് നടുക്കൂടുള്ള റോഡിൽ കൂടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ചെന്ന് ഹൈവേ തന്നെ ഇറങ്ങുന്നത്. ഇതിലും നല്ല നേരത്തെ പോയ ആ റൂട്ട് തന്നെയായിരുന്നു. വീട് ഗൈസ്, നമുക്ക് നേരെ പോയേക്കാം. ഓക്കെ, അങ്ങനെ മഴ കുറേയുള്ള ചെറിയ സാധ്യത കാണുന്നുണ്ട്. കാരണം മേഘം വെളുത്ത് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, പോകുന്ന വഴിക്കായിരുന്നു ഒരു വഴി കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു ഓഫ് റോഡാണെന്നാണ്. ഇതുകൊണ്ട് ഈ ഒരു ഹൈവേ വഴി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ റോഡ് കണ്ടത്. എന്നാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഉൾഭാഗത്തിട്ട അയ്യോ റിവേഴ്സ് ആണല്ലോ.
ഉൾഭാഗത്തിട്ടാൽ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റത്തില്ലായിരിക്കും. ഞാൻ വെളിഭാഗത്തേക്കിടാം. ഓക്കെ, വെളിയിലോട്ടിടാ ആയിട്ടു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നല്ല റൂട്ടാണെന്ന് തോന്നുന്നില്ല. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. വരി തീർന്നു ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ. ഈ വണ്ടി എടുത്തിട്ട് ഇന്നൊരു ഓഫ് റോഡ് പോകാൻ പറ്റിയില്ല, നാണക്കേടാണ് അതൊക്കെ വിട്, നമുക്ക് പിന്നൊരിക്കലാവാം. എന്നാൽ പിന്നെ നമുക്ക് ഇതിലെ വല്ലതും പോയി നോക്കാം ഇനിയിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങണമല്ലോ. എന്തായാലും ഞാൻ വന്ന വഴി തിരിച്ചു പോകത്തില്ല. പോകുന്ന പോക്ക് അങ്ങനെ തന്നെ പോകും. ഇതിൽ വരിയുണ്ട്, ഇതിലെടുത്ത് നോക്കാം. വണ്ടി മെല്ലെ എടുത്തിലൊക്കെ ഒന്ന് ചാടും കേട്ടോ, അതൊരു വിഷയം തന്നെയാണ്. ഓക്കെ, ഇതിലെ പോവോടെ ഇത്ര വലിയ വണ്ടി? പോവായിരിക്കുമല്ലേ? എടാ എടുത്തിട്ടും പോകുന്നില്ലല്ലോടാ. പെട്ടോ അങ്ങനെ പേടാനുള്ള വരിയില്ല. സൈഡും കൊണ്ട് വെച്ച് നമ്മൾ നെക്കിയെന്ന് തോന്നുന്നു. കാരണം ആ സൈഡ് വരി വരാൻ പറ്റുന്നില്ല. കുറച്ച് ഫ്രണ്ട് എടുത്തിട്ട് ഇനി എടുത്താൽ പറ്റുമോ? ഫ്രണ്ട് ഇടിച്ച് നിൽക്കും. എന്നാൽ പിന്നെ നമുക്ക് ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും നമ്മൾ എടുക്കും നമ്മുടെ കാരണം ഒരു ഓഫ് റോഡ് കാറായിരിക്കുന്നത്. നമ്മൾ കുത്തി എടുക്കും എങ്ങനെയെങ്കിലും അവിടുന്ന്. ഓക്കെ, ഞാൻ ഈ ഒരു ട്രൈയോട് കൂടി ഞാൻ ഇറങ്ങി നമ്മൾ പറഞ്ഞതല്ലേ. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഹൈവേ കയറി അങ്ങനെ പോവാം. പോകുന്ന വഴിക്ക് വല്ല ഓഫ് റോഡ് ഉണ്ടെങ്കിൽ കയറാം. ഇനിയും കാണത്തില്ലായിരിക്കും, കുറവായിരിക്കും വണ്ടിയൊന്നുമില്ല. നേരെ ഹൈവേയിലോട്ട് കയറാം. എന്നെ ലുക്കാ വണ്ടി കാണാനേ. എടാ മോനെ, ഇത്ര ലുക്കെന്നൊക്കെ പറഞ്ഞാൽ കിടിലല്ലേ വണ്ടി. ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ യഥാർത്ഥത്തിൽ വേണം സത്യം പറഞ്ഞാൽ. ഇത് ഓടിക്കാൻ നല്ല പാടാണ് ശരിക്കും. നമ്മൾ അതിലിങ്ങനെ ചുറ്റിയായിരുന്നു വരേണ്ടത്. കുഴപ്പമില്ല, നമുക്ക് ഇതിലേ അങ്ങ് പോവാം. എന്തിനാ അതിലേക്ക് വെറുതെ ചുറ്റിയൊക്കെ അങ്ങ് വരുന്നേ. ഓക്കെ, പോകുന്ന വഴിക്ക് ഇനി ഓഫ് റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് കയറാം, ഓഫ് റോഡ് ഇല്ലെങ്കിൽ പറ്റൂല. ഓക്കെ, പോകുന്ന വഴിക്ക് ഞാൻ കുറേ നോക്കിയാണ് പോകുന്നത്. പക്ഷെ കയറുന്നിടത്തല്ല ഇതാണ് ഞാൻ ഡ്രിഫ്റ്റ് അടിച്ചതല്ല, പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചതാ. കാരണം 65 ലിറ്റർ ഉണ്ട്, അത് മതി. പക്ഷെ നമ്മൾ ഇനി അതിലും ലോങ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ ഒന്ന് പെട്രോൾ അടിച്ചിട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. റിവേഴ്സ് കയറ്റാം, അതാകുമ്പോൾ പെട്ടെന്ന് ഈ വരി അങ്ങ് പോവാമല്ലോ. റിവേഴ്സ് കയറ്റിയിടാം. ഓക്കെ, മെല്ലെ കയറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് എത്ര അടിക്കണം ഒരു 975 അത്രയ്ക്ക് പോലെ. ഓക്കെ, 975 അടിച്ചേക്കാം. ഓക്കെ, അങ്ങനെ പെട്രോളും അടിച്ചിട്ട് നേരെ നമുക്ക് ഒരു ഓഫ് റോഡുള്ള സ്ഥലവും നോക്കി പോയേക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തേണ്ട വരും അങ്ങനെ കുറേ തപ്പി ഓഫ് റോഡുള്ള റോഡൊന്നും കണ്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയാലോ? നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത ഏത് വീഡിയോ ആയിട്ട് വരണം എന്ന്. ബൈ ഗൈസ്.